പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മിശിഹായിൽ ഒരിക്കൽ കൂടി തമ്മിൽ കണ്ടുമുട്ടാൻ കർത്താവ് അവസരമൊരുക്കി. കർത്താവ് അനുവദിക്കുമ്പോഴാണ് വചനം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. കർത്താവ് അനുവദിക്കുമ്പോഴേ വചനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകാഗ്നി ശുശ്രൂഷയെ സംബന്ധിക്കാൻ ഭയങ്കര ആനന്ദവും സന്തോഷവും ഉള്ളതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും ഭയങ്കര സന്തോഷം ആനന്ദമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ വട്ടാലച്ചന് സ്ഥിരം വരാത്തതിന് ഒരു സങ്കടമാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാലും അച്ഛൻ്റെ ഒരു സ്നേഹവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വട്ടാലച്ചന് വേണ്ടിയും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ഒറ്റ ടീമാണ്, ഒറ്റക്കെട്ടായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ല കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ നല്ല ദിവസം അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശക്തിപ്പെടുത്തണമേ. വചനം തരണമേ. തരണമേ. കൃപ പകരണമേ. ഓ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓ കർത്താവേ, അങ്ങയെ കുറിച്ച് ലോകത്തിന്റെ അതിർത്തി വരെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. എല്ലാ പ്രായത്തിലുള്ളവരെയും എല്ലാ വിഭാഗത്തിലുള്ളവരെയും അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ. 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 ഓ കർത്താവായ ദൈവമേ, ആത്മാവിൽ ഒരു മനസ്സോടെ ആരാധിക്കുന്ന ഈ സമൂഹത്തിന് മേൽ അത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ പ്രായത്തിലുള്ളവരിലേക്കും എല്ലാ വിഭാഗത്തിലുള്ളവരിലേക്കും കർത്താവേ, ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേലുള്ള വലിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ആത്മാവിൻ ആരാധന കൈയടിച്ച് അഭിഷേകമേ. ആത്മാവിൻ ആരാധന അഗ്നിയാലഭിഷേകമേ. അഗ്നിയാലഭിഷേകം ചെയ്തി ദാസന്മാർ ആത്മാവ് ജ്വലിച്ചിടട്ടെ. ആത്മാവി ജ്വലിച്ചിടട്ടെ. അഗ്നിയാലഭിഷേകം ചെയ്തി ദാസന്മാർ ആത്മാവ് ജ്വലിച്ചിടട്ടെ. ആത്മാവി ജ്വലിച്ചിടട്ടെ. കൈയടിച്ച് ആത്മാവിൻ ആരാധന അഗ്നിയാലഭിഷേകമേ. ആത്മാവിൻ ആരാധന വലിയ സന്തോഷത്തോടെ അഗ്നിയാലഭിഷേകമേ. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ തിരുവചനം, കർത്താവിന്റെ നാമം
നമ്മൾ വഹിക്കുന്നത് കാണുമ്പോൾ എല്ലാ ജനതകളും ഭയപ്പെടും. ഓ ദൈവമേ, അവിടുത്തെ നാമം വഹിക്കാൻ തക്കവിധം ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. രാജ്യങ്ങൾ വീർക്കട്ടെ, യേശുവിൻ നാമം ദാസന്മ പുറപ്പെടട്ടെ, ദാസന്മ പുറപ്പെടട്ടെ. ഈശോ എന്ന നാമം രാജ്യങ്ങൾ വീർക്കട്ടെ, യേശുവിൻ നാമം ദാസന്മ പുറപ്പെടട്ടെ, ദാസന്മ പുറപ്പെടട്ടെ. കൈയടിച്ച് കൈയടിച്ച് ആത്മാവിൻ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ, ആത്മാവിൻ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ഓ കർത്താവേ, ജോയൽ പ്രവചനം 2:28 വചനം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. അവസാന നാളുകളിൽ കർത്താവിന്റെ ആത്മാവ് എല്ലാ ജനത്തിനും മേൽ വർഷിക്കപ്പെടും. വൃദ്ധന്മാരും യുവാക്കന്മാരും ബാലിക ബാലന്മാരും എല്ലാവരും വലിയ കൃപ കൊണ്ട് നിറയും. വലിയ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജഡത്തിന്റെ ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവി ജ്വലിച്ചിടട്ടെ, ആത്മാവി ജ്വലിച്ചിടട്ടെ. കൈ ഉയർത്തി ആത്മാവിൻ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ, ആത്മാവിൻ ആരാധന, പരിശുദ്ധാത്മാവേ, ഭക്തിയാൽ അഭിഷേകമേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ബാലിക ബാലന്മാർ ഇപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയട്ടെ. യുവാക്കന്മാർ പരിശുദ്ധാത്മാവിന് വലിയ ധൈര്യത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. ദൈവമേ, പ്രായമുള്ളവരും വൃദ്ധരും എല്ലാം ആത്മാവിന്റെ അഭിഷേകത്താൽ പൂരിതരാകട്ടെ. അനേകർക്ക് ഈശോനെ കൊടുക്കാൻ തക്കവിധം, അനേകർക്ക് താങ്ങാൻ നിൽക്കാൻ തക്കവിധം, അനേകർക്ക് ആശ്വാസം പകരാൻ തക്കവിധം ഓരോരുത്തരെ ബലപ്പെടുത്തണമേ, ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അനേകർക്ക് ഈശോനെ കൊടുക്കുക എന്ന് പറയുന്നത്. അനേകർക്ക് ഈശോയെ കൊടുക്കാൻ തക്കത് അധ്വാനിച്ച തക്കവിധം ഓരോരുത്തരും വലിയ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന ആരാധന ആരാധന. കഷ്ടതകൾ പിടിച്ചു വെക്കാൻ കൃപ നിറയട്ടെ, കഷ്ടതകൾ പിടിച്ചു വെക്കാൻ കൃപ ലഭിക്കട്ടെ, വേദനകൾ ധൈര്യപൂർവ്വം നിൽക്കാൻ കൃപ ലഭിക്കട്ടെ, പ്രതിസന്ധികളെ ചാടിക്കിടക്കാൻ കൃപ ലഭിക്കട്ടെ, തടസ്സങ്ങളെ അതിജീവിക്കാൻ കൃപ വ്യാപരിക്കട്ടെ. ഈശോയുടെ നാമത്തിന് ശക്തിയുമായി അനേക സ്ഥലങ്ങളിൽ പോകാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ. ആരാധന 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 ഈശോയെ ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, ഈശോ എന്ന നാമം വഹിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ഓരോരുത്തരും എവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവരാജ്യം പണിയാൻ, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പണിസ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ എല്ലാ പ്രായത്തിലുള്ളവരെയും അവരുടേതായ രീതിയിൽ അഭിഷേകം ചെയ്യണമേ, ദാനം കൊടുക്കണം, കൃപ കൊടുക്കണമേ. സംഭവിച്ചു കഴിഞ്ഞതിനോർത്ത് നന്ദി പറയുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രകോപിതരാകാതിരിക്കാൻ എന്ത് ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഒരവസ്ഥ വരാം. അത് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിജീവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിളിൽ തന്നെ പലതരത്തിലുള്ള പ്രകോപനങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന മനുഷ്യൻ. യോദ്യത്തിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ജൂഡിൻ ചാപ്റ്റർ 8 വേഴ്സ് 14 നമുക്ക് വായിക്കാം. മനുഷ്യ ഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എൻ്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരുപാട് തവണ ബൈബിളിൽ കാണുന്ന ഒരു സംഗതിയാണ്
മനുഷ്യൻ ദൈവത്തെ പ്രകോപിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ദൈവത്തിന് നമ്മളെന്തെങ്കിലും കാട്ടിക്കൂട്ടി വിചാരിച്ചിട്ട് പ്രകോപനം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. ദൈവം എന്നേക്ക് ക്ഷമിക്കുന്നവനും കരുണ കാണിക്കുന്നവനും ശാന്തതയുള്ളവനും മറക്കുന്നവനും പൊറുക്കുന്നവനുമാണ്. എന്നാൽ ബൈബിളിൽ 1-ാം പ്രമാണം ലംഘിച്ച് അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നവരെ കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തെ പ്രവാചകന്മാരെല്ലാം നിങ്ങൾ ദൈവത്തെ പ്രകോപിപ്പിക്കരുത് എന്ന് വെളിപ്പെടുത്തുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ദൈവത്തിന് പ്രകോപനം ഉണ്ടാകുന്നില്ലെങ്കിലും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില വാക്കും പെരുമാറ്റമൊക്കെ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നേരെ തിരിച്ചാണ്. കുടുംബത്തിൽ എന്ത് ചെയ്യും? കുടുംബത്തിൽ കുട്ടികള് അല്ലെങ്കിൽ യുവജനങ്ങള്, എൻ്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ മാതാപിതാക്കന്മാരെ പ്രകോപിപ്പിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന് 16-ാം തിരുവചനം, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദോഷത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയസ്സം പ്രായമായി കഴിയുമ്പോൾ അപ്പന്മാരെ വേണ്ട, അമ്മമാരെ വേണ്ട. എത്രയോ ഗൗരവതരമായ പ്രശ്നമാണ്. ചിന്തിച്ചു നോക്ക്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന് ശാപമേൽക്കുമെന്ന് പറയുമ്പോൾ, ശാപമെന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഷയിൽ പൂർവിക ശാപത്തെക്കുറിച്ചല്ല, മറിച്ച് അനുഗ്രഹമില്ലാത്ത അവസ്ഥയാണ് ശാപം. അപ്പൊ ചിലപ്പോ അമ്മമാരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 പ്രകോപിപ്പിക്കുന്ന മക്കളെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ചിലപ്പോൾ നേരെ ചില കുടുംബങ്ങൾ നേരെ തിരിച്ചാണ്. എന്തായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും മക്കളെ പ്രകോപിപ്പിക്കുന്നത്. കൊളോസ്സസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 21-ാം തിരുവചനം, കൊളോഷ്യൻ ചാപ്റ്റർ 3:21, പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലപ്പോൾ മക്കളെ പലതരത്തിൽ ഓരോന്ന് പറഞ്ഞ്, എന്താ പറയുക, കടിക്കാത്ത അല്ലേ, എന്താ ജീവിയുടെ വായിലൊക്കെ കോലിട്ടെന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് 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 ചില സംഗതികളിലേക്ക് കൊണ്ടുവരും. എനിവേ, അത് ദൈവത്തോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും താഴെയുള്ളവരോടാണെങ്കിലും അത് നല്ലതല്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. നമുക്ക് നല്ലതല്ലത്. പ്രകോപിപ്പിക്കുന്നത് നല്ലതല്ല, പ്രകോപിപ്പിക്കുന്നത് നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, ഗലേഷ്യൻ ചാപ്റ്റർ 5:26, നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. പൗലോസ്ലീഹ പറയാണ്, നമ്മൾ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കരുത്. പൗലോസ്ലീഹ ആശംസിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രകോപിതരാകാം. ചിലപ്പോൾ നമുക്കെതിരെ ആരെങ്കിലും അപവാദം പറയുന്നത് കേട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു പ്രകോപനം വന്നു. ചിലപ്പോൾ വേറെ ചില സംഗതി വേറെ ചിലരങ്ങോട്ട് പറഞ്ഞ് 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 പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് പ്രകോപിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്ന്, തടസ്സങ്ങൾ വന്ന്, തകർച്ചകൾ വന്ന്, രോഗങ്ങൾ വന്നു, പെട്ടെന്ന് പ്രകോപിതരാകാം. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രകോപനം വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏത് വിഷയം എടുത്താലും അതിൻ്റെ എല്ലാ വകുപ്പുകളും ബൈബിളിൽ. അതാണ് ബൈബിൾ സമഗ്രമാണ്. ഹെബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 3:7 നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹെബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. അതായത് പണ്ട് മരുഭൂമിയിൽ കർത്താവ് ഒരു പരീക്ഷിച്ചു, അവർ വിശ്വാസത്തെ പരീക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ അവർ അഗ്നി പരിശോധന നടത്തി. അങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പ്രകോപിതരായി അല്ലേ. സത്യത്തിൽ പറഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന നാട്ടിലോട്ട് മേഘത്തണലിൽ അല്ലേ, അതേപോലെ ദൈവം അതുപോലെ കരുതുവാണ്. കാടപക്ഷി മന്നയ്ക്ക് മന്ന, നദി കടക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ, എന്തുമാത്രം സംഗതികളാണ്.
പക്ഷേ എന്ത് ചെയ്തു? ചില വിപരീത സാഹചര്യം വന്നപ്പോൾ അവരങ്ങോട്ട് പ്രകോപിതരായി അവർ ഹൃദയം കൊണ്ട് കഠിനമാക്കി കളഞ്ഞു. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വേറൊരു മേഖല ഞാൻ മുമ്പേ പറഞ്ഞത്, ചിലപ്പോൾ മനുഷ്യർ തന്നെ മറ്റുള്ളവരെ നമുക്കെതിരെ പറഞ്ഞ് പ്രകോപിതരാക്കും. ഉദാഹരണമുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 17:13. പൗലോസ് ബെറോയായിലും ദൈവവചനം പ്രസംഗിച്ചുവെന്ന് തെസ്സലോനിക്കാരായ യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇളക്കി വിടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെസ്സലോനിക്കാരായ യഹൂദർ എന്ത് ചെയ്ത്? പൗലോസ്ലീഹ ഇങ്ങനെ ബെറോയിൽ പല സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ച് പോകുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരവിടെ ഓടി എത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് പൗലോസിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കയറ്റിവിട്ട് പ്രകോപിച്ചു. നിങ്ങൾ ഇത് നോക്കിയ ക്രൈസ്തവരെ പല സ്ഥലത്തും പീഡിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാ? ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. അതായത് എന്തെങ്കിലും ഓരോ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി എന്നിട്ട് വലിയ ലഹളകൾ ഉണ്ടാക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ചില മരുഭൂമി അനുഭവങ്ങള്, ചില എതിർപ്പുകള്, ചില പ്രതിസന്ധികള് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് പ്രകോപിതരാകാം. എന്നാൽ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അതിജീവിക്കണം. നമ്മൾ പ്രകോപിതരാകരുത്, പ്രകോപിപ്പിക്കുകയും ചെയ്യരുത്. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിന് 27 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ഫിലിപ്പി ചാപ്റ്റർ 1:27 ഓൺവേഴ്സ് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥരായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടി ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യരായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ എതിരാളികൾ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിനുള്ള അടയാളമാണ് അവർ. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് പല എതിർപ്പുകളും വരും, പല എതിരാളികളും വരും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? നമ്മൾ നല്ല ഒരേ ആത്മാവോട് ഒരേ മനസ്സിനോട് ഉറച്ചു നിൽക്കണം. എന്നിട്ട് സുവിശേഷത്തിനുള്ള വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ദൈവത്തിനുള്ള അടയാളമാണ്. ഇതൊക്കെ ദൈവം നമുക്ക് രക്ഷയുടെ ഒരു അടയാളമാണ്. എന്നാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ അവനെ സഹിക്കാൻ വേണ്ടി അങ്ങനെ ഉറച്ചു നിൽക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്ന് പ്രകോപിതരാകരുത്. അപ്പോൾ ഇതാ പറഞ്ഞത്, നമുക്ക് എതിർപ്പുകൾ, പ്രതിസന്ധികൾ, ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ വരുമ്പോൾ, അപവാദം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രകോപിതരായിട്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രശ്നമായി കളയും. പലപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകുന്നതല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞുണ്ടായി പ്രകോപനത്തിൽ വലിയ അപ്പം പിന്നെ വലിയ വിള്ളലുകൾ, ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരും. ജീവിതത്തിൽ തന്നെ, കുടുംബത്തിൽ തന്നെ, സഭയിൽ തന്നെ, പല മേഖലകൾ, ഉറ്റ ബന്ധങ്ങൾ ഛിന്നഭിന്നമായി പോകാം. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം അതിനെങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റ് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പ്രകോപനം ഉണ്ടാകുമ്പോൾ, മനസ്സിലൊരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വാക്കുകൾ എടുത്ത് വീശിക്കളയും. ആ വാക്കുകൾ എടുത്ത് പറയുന്ന മിക്കവാറും പാപത്തിൻ്റെ വാക്കുകളാവും. അങ്ങനെ പറയുന്ന വാക്കുകൾ ചിലപ്പോഴൊക്കെ ദൈവത്തിനെതിരെ തിരിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നതല്ലേ, ചിലപ്പോൾ ഇങ്ങനെ ചില പ്രകോപനം ഉണ്ടാകുമ്പോൾ ദൈവത്തിന് വേണ്ട, ദൈവത്തിന് താല്പര്യമില്ല, ദൈവം എന്താ ഇങ്ങനെ അനുവദിക്കുന്നത്, എനിക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയേ. അപ്പൊ ചില വാക്കുകൾ ദൈവത്തിനെതിരെ പോലും തിരിയാം, ചിലപ്പോൾ സഹോദരങ്ങൾക്കെതിരെ തിരിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്ത എങ്ങനെയാണ്, ഇത് എങ്ങനെ അതിജീവിക്കാൻ വേണ്ടി പറ്റും? പ്രിയമുള്ള സഹോദരങ്ങളെ, ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന് 97-ാമത്തെ പേജിൽ പ്രകോപനമരുത് എന്ന് പറഞ്ഞൊരു തലക്കെട്ടുണ്ട്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇവിടെ നല്ലതാണ്, നമുക്കത് വായിക്കാം. ഒരിക്കലും പ്രകോപനമരുത് എന്ന് ഈശോ എന്നെ പഠിപ്പിച്ചു.
അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ എങ്ങനെ അത് നേരിടണമെന്ന് 3 വാക്കുകളിൽ ഈശോ സംഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമുക്കറിയാം, നമ്മളൊന്നും വേണ്ട, ഒരു പ്രകോപനം വേണ്ട, ശാന്തത, സൗമ്യത, ആത്മസംയമനം, ഇങ്ങനത്തെ എല്ലാത്തിലും മുറുകെ പിടിച്ച് നമ്മൾ പോകാൻ തീരുമാനം എടുത്താലും വേറെ ചില വ്യക്തികൾ നമുക്ക് പ്രകോപനം ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മൾ പ്രകോപിതരാകാതിരിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് ഇതാണ്: നിനക്ക് മുറിവ് അനുഭവപ്പെട്ടാൽ തൽക്ഷണം മനസ്സിലാക്കണം, ഈശോയ്ക്ക് അതേക്കുറിച്ച് മുന്നറിവുണ്ടായിരുന്നു, അവിടുന്ന് അനുവദിക്കുകയും ചെയ്തതാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പുല്ല് വാടുമ്പോൾ, ഒരു പുഷ്പം കൊഴിയുമ്പോൾ കർത്താവ് അത് അറിയുന്നു, അല്ലേ? കുരുവകളിൽ ഒന്നുപോലും വിൽക്കപ്പെടുന്നത് ഞാൻ അറിയാതെ നടക്കുകയല്ല. തലയിൽ നിന്ന് തലമുടി പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നത് കർത്താവ് അറിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. അപ്പം ആകസ്മികമായി ഒന്നുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മുറിവ് അനുഭവപ്പെട്ടു, ആരെങ്കിലും നമുക്കൊരു എതിരായിട്ട് പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ ചില വാക്കുകൾ പെട്ടെന്ന് നമ്മളെങ്ങനെ മുറപ്പെടുത്തി. അങ്ങനെ മുറപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈശോ അറിഞ്ഞ്, ഈശോയ്ക്കൊരു മുന്നറിവുണ്ട് ഈ കാര്യത്തിൽ. ഈശോ അറിയാതെ അല്ല നടന്നിരിക്കുന്നത്. ഈ വ്യക്തി എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഈശോ അത് അനുവദിച്ചില്ലെങ്കിൽ അവന് പറയാൻ പറ്റിയല്ല. ഹല്ലേലൂയ. Hallelujah. അതല്ലേ പറഞ്ഞത്? പീലാത്തോസ് വിധിക്കാൻ തിരിഞ്ഞു ഈശോ എന്താ പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ദൈവം അനുവദിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ആകസ്മികമല്ല, ദൈവം അറിയാതെ നടക്കുകയല്ല. ഒരാൾ നമ്മൾക്കെതിരെ ഒരു പൊടി മണ്ണ് വാരി ഇടണമെന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ നടക്കുകയല്ല. അപ്പൊ ദൈവത്തിന് മുന്നറിവാണ്. ദൈവത്തിന്റെ അറിവോടും ദൈവത്തിന്റെ അനുവാദത്തോടും ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക, നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവിടെ വെച്ച് നിന്നോട് പറയും. പൗലോസ്ലീഹ പറയാണ്, ഞാൻ പൗലോസ്ലീഹ ആ കുതിരപ്പുറത്തുനിന്ന് ഉള്ള വീഴ്ചയെ കഴിഞ്ഞിട്ട് കുറേ സംഭവവാസങ്ങൾ കഴിഞ്ഞ് പൗലോസ്ലീഹ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് പറയാണ്, നീ ദമാസ്കസിലേക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവിടെ വെച്ച് നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിക്കുന്ന മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബൈബിളിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ എല്ലാ സംഭവങ്ങളും വിലയിരുത്തി നോക്ക്. ഏതെങ്കിലും സംഭവം ബൈബിൾ പറയുന്നതിന് വിരുദ്ധമായിട്ട് നടക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, യേശു അല്ലാതെ വേറെ ദൈവവും ഇല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യം അതാണ്, അവിടുത്തെ വചനമാണ് സത്യം. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 23-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 2:23. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളെ കൈകൾ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ കുരിശുമരണത്തെക്കുറിച്ചുള്ള വചനമാണ്. ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് എന്താണ് സ്ലീഹ വെളിപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ചാണ് ദുഷ്ടന്മാരുടെ യഹൂദൻ അല്ലെങ്കിൽ കൈകളിൽ കർത്താവ് ഈശോ മിശിഹ ഏൽപ്പിക്കപ്പെട്ടത്. അധർമ്മികളുടെ കൈകളാൽ അവൻ കുരിശു തറച്ച് കൊന്നു എന്ന് പറയുന്നത് ഒരു ആകസ്മിക സംഭവം അല്ല. ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ചാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രകോപനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒരു മുറിവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അറിഞ്ഞിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ അറിവോട് കൂടിയാണ്, ദൈവം അനുവദിച്ചിട്ടുണ്ട്, അല്ലാതെ നടക്കുകയില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുക. അപ്പം തന്നെ നമുക്കൊരു ആശ്വാസമായി. രണ്ടാമത്തെ സംഗതി അതേ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. ദയവായി അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് പറയണം, അതായത് തന്നോട് തന്നെ പറയണം. അവരോട് ക്ഷമിക്കണമേ, അവരിൽ ശരിയുണ്ട്, ഈ പ്രത്യേക സംഭവത്തിൽ അല്ലെങ്കിലും എൻ്റെ നിഗൂഢ പാപങ്ങളെ പ്രതി ഞാൻ സഹിക്കേണ്ടതുണ്ടല്ലോ. എന്നോട് എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രകോപനം ഉണ്ടാകാൻ തക്കവിധം ഒരു മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവം അറിയുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ നമ്മളോട് പറയണം, ദൈവമേ അവരോട് ക്ഷമിക്കണം കർത്താവേ.
നമ്മളെ പ്രകോപനത്തിനാക്കാൻ പരിശ്രമിച്ച വ്യക്തികളോട് ക്ഷമിക്കണമേ. നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞ് വ്യക്തികളോട് ക്ഷമിക്കണമേ. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തിയോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാം അവരിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടാവും. ഇനി ഈ പ്രത്യേക സംഭവത്തിൽ അവർ ശരിയല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ നിഗൂഢ പാപങ്ങളെ പ്രതി സഹിക്കേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന പ്രസ്തുത ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇമ്മീഡിയറ്റ് കോസ്, ഇമ്മീഡിയറ്റ് വിഷയത്തിൽ ഞാൻ നിരപരാധിയാണ്, ഞാൻ അത് സഹിക്കേണ്ട ആവശ്യമില്ല. ശരി, സമ്മതിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തെ ചെറുപ്പകാലം മുതൽ യൗവന കാലഘട്ടം മുതൽ ഇന്ന് വരെ വന്നിരിക്കുന്ന എത്രയോ രഹസ്യ നിഗൂഢ പാപങ്ങളുണ്ട്. പുറത്തൊരു മനുഷ്യൻ പോലും അറിയാത്ത എത്രയോ 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 പാപത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അതിനൊക്കെ സഹിക്കേണ്ടതില്ലേ? ദൈവമേ, അതിന് പകരമായിട്ട് ഇത് ഞാനങ്ങ് ഏറ്റെടുത്ത് സഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം കഴിയാതെ നീതി വിധിയാളനായ ഈശോ മിശിഹായെ കാണാൻ സത്യ സാധിക്കാൽ അത് സഭയുടെ പഠനമാണ്, ബൈബിൾ അധിഷ്ഠിതമാണത്. മൂന്നാമത്തെ കാര്യം അതേ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇക്കാര്യം മറ്റുള്ളവരോട് എപ്രകാരമാണ് പറയുന്നത് എന്ന കാര്യത്തിൽ സൂക്ഷിക്കണം. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. ആവശ്യമായി കണ്ടാൽ ഇപ്രകാരം പറയണം, സംഭവത്തിൽ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്ത് ശരിയുണ്ടാകാം, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാവുന്ന പല തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രകോപനം ഉണ്ടായി രണ്ടുപേരോട് രണ്ട് വാക്ക് പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അതിന് സഭ അല്ലെങ്കിൽ ആ വിശുദ്ധന് വെളിപ്പെടുത്തുകയാണ്, ഇത് മിണ്ടാണ്ടിരിക്കണം. ഇനി അത്രയ്ക്ക് മുട്ടിപ്പോയി കരുതുക, മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് എന്താ? കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, എന്നാലും അവരുടെ ഭാഗത്തിന് ശരി കാണും. മറ്റുള്ളവരെ മുറിപ്പെടുന്ന പല തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ഒരു സുഹൃദേവം ചൊല്ലുക. നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയെ അല്ലേ, ആ വ്യക്തിയുടെ മേൽ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ പരിശുദ്ധാത്മാ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു സുഹൃദേവം പോലെ പ്രാർത്ഥന കർത്താവ് കൃപയാക്കി മാറ്റട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളാം. എൻ്റെ ക്ഷതങ്ങളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, എൻ്റെ മുറിവിനാൽ നീ സുഖപ്പെട്ടിരിക്കുന്നു. മുറിവേറ്റതിനെ അവിടുന്ന് വെച്ചു കെട്ടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള മുറിവുകൾ നമ്മളെ പ്രകോപിതരാക്കി കളയും. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ദൈവമേ, നോളെ എൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ, കർത്താവേ, പലതരത്തിലുള്ള മനസ്സിൻ്റെ ഭാരം, വേദന, മനസ്സിലാക്കപ്പെടാതിരുന്നത്, അവഗണിക്കപ്പെട്ടത്, മാറ്റി നിർത്തിയത്, തള്ളിപ്പറയപ്പെട്ടത്, ഒറ്റിക്കൊടുക്കപ്പെട്ടത്, എല്ലാ മേഖലകളും സമർപ്പിക്കുകയാണ്. ദൈവമേ, വലിയ കരുണയുടെ അഭിഷേകം നിറയണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മുറിവുകളേറ്റ ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ. ആണിപ്പാടുള്ള കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, എന്റെ മനസ്സിന്റെ മുറിവുകൾ ഉണക്കണമേ. വലിയ ശാന്തത കൊണ്ട് നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ.